നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പരിശോധനാ ഫലം 4 പേർക്ക് പോസിറ്റീവും 4 പേർക്ക് നെഗറ്റീവുമാണ്. കണ്ണൂർ 3, കാസർഗോഡ് 1 ഇങ്ങനെയാണ് പോസിറ്റീവായത്. പോസിറ്റീവായവരിൽ 2 പേര് വിദേശത്തു നിന്ന് വന്നവരാണ്. 2 പേർ സമ്പർക്കത്തിലൂടെയുള്ളതാണ്. കണ്ണൂർ 2, കാസർഗോഡ് 2 ഇത്തരത്തിലാണ് ഫലം നെഗറ്റീവായിട്ടുള്ളത്. ഇതുവരെ 485 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 123 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 20,773 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ വീടുകളിൽ 20,255 പേർ, ആശുപത്രികളിൽ 518 പേർ. ഇന്ന് 151 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ പരിശോധനക്കയച്ച സാമ്പിളുകൾ 23,980 ആണ്. ഇതിൽ 23,277 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 875 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 801 റിസൾട്ട് നെഗറ്റീവായി വന്നിട്ടുണ്ട്. ഇന്നലെ 3,101 സാമ്പിളുകൾ സംസ്ഥാനത്തെ 14 ലാബുകളിൽ പരിശോധിച്ചു. അതിൽ 2,682 നെഗറ്റീവാണ്. പോസിറ്റീവായത് 3 എണ്ണമാണ്. 391 റിസൾട്ട് വരാനുണ്ട്. 25 സാമ്പിളുകൾ പുനഃപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയാണോ റിസൾട്ട് പോസിറ്റീവായത് അവരെ കണ്ടെത്തി ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഈ ഫലങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്താനുള്ള നടപടിയും സ്വീകരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കാസർഗോഡ്. 175 കേസുകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇതുവരെ 89 രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കി. അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ രോഗിയെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. 200ഓളം പേരടങ്ങുന്ന അവിടുത്തെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തക സംഘത്തെ അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകൾ ഇടുക്കി ജില്ലയിലെ കരുണാപുരം, മൂന്നാർ, എടവെട്ടി പഞ്ചായത്തുകൾ, കോട്ടയം ജില്ലയിലെ മേലുകാവ് പഞ്ചായത്തും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും, മലപ്പുറത്ത് കാലടി, പാലക്കാട് ആലത്തൂർ, ഈ പഞ്ചായത്തുകളെല്ലാം ഹോട്ട്സ്പോട്ടുകളായിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ
സംസ്ഥാനത്തെ കാര്യങ്ങളാകെ ഒന്നുകൂടി ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ലോക്ക്ഡൗൺ സാഹചര്യം പൂർണ്ണമായി വിലയിരുത്തി മെയ് 3 പുതിയ തീരുമാനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ മേഖലകളെക്കുറിച്ചും വിശദമായി വിലയിരുത്തി നിലപാടെടുക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ പുതിയ നിരവധി പ്രതിസന്ധികളും ഉയർന്നു വരുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ, കൃഷി, വ്യവസായം, മൃഗസംരക്ഷണം, IT, ഫിഷറീസ്, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ തിരിച്ചടികൾ, ഇവ മറികടക്കുക പെട്ടെന്ന് സാധ്യമല്ല. അതത് മേഖലകളിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് വിശദമായ പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കണം. നാട് പിറകോട്ട് പോകാതിരിക്കാനുള്ള പദ്ധതികളാണ് രൂപപ്പെടുത്തേണ്ടത്. ഇതിന് വകുപ്പ് സെക്രട്ടറിമാർക്ക് ചുമതല നൽകി. ഓരോ വകുപ്പിൻ്റെയും പദ്ധതികൾ പ്രത്യേകമായി തയ്യാറാക്കും. അവയാകെ സമാഹരിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ പദ്ധതിക്ക് രൂപം നൽകും. ഇതിനു പുറമെ ആസൂത്രണ ബോർഡ് വിശദമായ മറ്റൊരു പഠനവും നടത്തുന്നുണ്ട്. കൊറോണ വൈറസ് ബാധ തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതി നാം വിജയകരമായി നടത്തുന്നുണ്ട്. എന്നാൽ മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കൽ ഒരു ശീലമാക്കണം. ഇപ്പോഴും അതിൽ വലിയ അലംഭാവം കാണുന്നുണ്ട്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാസ്ക് ഉപയോഗം വരും. സ്കൂളുകളിൽ, യാത്രാവേളകളിൽ, പൊതുമാർക്കറ്റുകളിൽ, കൂടുതൽ ആളുകൾ ചേരുന്നിടങ്ങളിൽ മാസ്ക് നിർബന്ധമായും ധരിക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ, അവർ പലരും സംസ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് സൂക്ഷ്മമായ ക്രമീകരണം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ സംസ്ഥാന അതിർത്തിയിലെത്തുമ്പോൾ തന്നെ പരിശോധനയ്ക്കുള്ള സംവിധാനമൊരുക്കും. എത്തുന്ന സമയം, പോകേണ്ട സ്ഥലം, എവിടെ ക്വാറന്റൈൻ ചെയ്യണം, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ ആസൂത്രണം ചെയ്യും. എല്ലാ വകുപ്പുകളുമായും യോജിച്ചാണ് ഈ പ്രവർത്തനം നടത്തുക. ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായും ഏകോപനം നടത്തും. ഏകോപന ചുമതല പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്കായിരിക്കും. ക്വാറന്റൈൻ കാര്യത്തിൽ കൂടുതൽ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തും. ഇന്നലെ വർക്കലയിൽ ക്വാറന്റൈനിലുള്ളയാൾ ആശുപത്രിയിലേക്ക് പോയത് സഹായിക്കാൻ മറ്റാരുമില്ല എന്ന കാരണത്താലാണ്.
ഹോം ക്വാറന്റൈനിൽ പോകുന്നവർക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ഉറപ്പാക്കിയിട്ടും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവത്തോടെയാണ് കാണുന്നത്. റബ്ബർ കർഷകരുടെ ഒരു ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടു. റെയിൻ ഗാർഡിംഗ് സാമഗ്രികൾ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടായിരുന്നു. റെയിൻ ഗാർഡിങ്ങിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ആരംഭിച്ചതോടെ പനിയും മറ്റും വരുന്നുണ്ട്. ആശുപത്രികൾ രോഗികളുടെ വരവ് കൂടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലൊക്കെ OP-കളിൽ തിരക്കേറിയിട്ടുണ്ട്. നാം കാണേണ്ടത് ആശുപത്രികളാണ് രോഗവ്യാപനത്തിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളെന്നാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ശാരീരിക അകലവും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാൻ പ്രത്യേകം ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇത് ആരോഗ്യവകുപ്പ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കും. സ്വകാര്യ ആശുപത്രികളിലും ഇതിൽ അശ്രദ്ധയുണ്ടാകാൻ പാടില്ല. 2 ദിവസമായി കാണാൻ കഴിയുന്ന ഒരു പ്രധാന പ്രശ്നം റോഡിലും കമ്പോളങ്ങളിലുമെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് തന്നെ നല്ല തിരക്ക്, വാഹനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല മാർക്കറ്റുകളിലും ശാരീരിക അകലം പാലിക്കാത്ത നിലയിൽ ആൾക്കൂട്ടമുണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസും ജില്ലാ ഭരണ സംവിധാനങ്ങളും ശക്തമായി തന്നെ ഇടപെടേണ്ടതാണ്. കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിക്കുന്ന നില തന്നെ ഉണ്ടാവണം. ഇതോടൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം നടക്കുന്നത്, ഇതിൽ കൂടുതൽ ഇടപെടൽ വേണ്ടതായിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും ഈ ദിവസങ്ങളുടെ പ്രത്യേകത കാരണം മാലിന്യങ്ങൾ കുമിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യൽ പ്രധാനമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്ഥിതിഗതികളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം. ശുചീകരണ രംഗത്ത് ഏർപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ മാത്രം ഉപയോഗിച്ച് ഇത് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ അതിഥി തൊഴിലാളികളെ അടക്കം ഉപയോഗിക്കാമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്കും തൊഴിലില്ലാത്തൊരു ഘട്ടത്തിൽ ഈ രീതിയിൽ തൊഴിൽ ലഭിക്കുന്നത് സഹായകമാവും. ഇടുക്കി ജില്ലാ അതിർത്തിയിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ ലോറികൾ
നിർബാധം കടന്നു വരുന്നുവെന്ന ആക്ഷേപം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത് പരിഹരിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ആളുകളും പല ഊടുവഴികളിലൂടെ കടന്നു വരുന്ന നിലയുണ്ട്. ഇത് തടയുന്നതിനായി പോലീസ്, വനം, റവന്യൂ വകുപ്പുകൾ യോജിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കടകൾ തുറക്കുന്നത് സംബന്ധിച്ച് ചെറിയ ആശയക്കുഴപ്പം ചിലയിടങ്ങളിലുണ്ട്. ഏതൊക്കെ കടകൾ ഏത് സമയത്ത് തുറക്കണം, അത് റെഡ് സോണിൽ എങ്ങനെ വേണം, അല്ലാത്തടത്ത് എങ്ങനെ വേണം, ഇതിനെല്ലാം കൃത്യമായ മാനദണ്ഡമുള്ളതാണ്. അത് പാലിക്കുകയാണ് വേണ്ടത്. അതിന് വിരുദ്ധമായ രീതികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും കാര്യത്തിൽ മാനദണ്ഡങ്ങളിൽ അവ്യക്തതയുണ്ടെങ്കിൽ അത് വ്യക്തത വരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതുമാണ്. പ്രവാസികൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം എപ്പോൾ അനുവദിച്ചാലും അവരെ സ്വീകരിക്കാൻ സംസ്ഥാനം സജ്ജമാണ്. പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ ഏർപ്പെടുത്തേണ്ട സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് സെക്രട്ടറി തല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ യോഗം ഇന്ന് ചേരുകയും വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയുമുണ്ടായി. പ്രാഥമിക കണക്കനുസരിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിലേക്കാണ് കൂടുതൽ പേരെത്തുക. ഓരോ വിമാനത്തിലും വരുന്ന യാത്രക്കാരുടെ വിവരം വിമാനം അവിടുന്ന് പുറപ്പെടും മുൻപ് തന്നെ ലഭ്യമാക്കണമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോടും വിദേശകാര്യ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വിമാനത്താവളവും കേന്ദ്രീകരിച്ച് കലക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികൾ ഈ കമ്മിറ്റിയിലുണ്ടാകും. വിമാനത്താവളത്തിൽ വിപുലമായ പരിശോധനയ്ക്ക് സൗകര്യമുണ്ടാകും. വൈദ്യപരിശോധനക്കടക്കം സൗകര്യം ഏർപ്പെടുത്തും. ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഇതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കും. ഇതിന് വേണ്ടത്ര കൗണ്ടറുകൾ ഏർപ്പെടുത്തും. തിക്കും തിരക്കുമില്ലാതെ എല്ലാം സുഗമമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓരോ വിമാനത്താവളത്തിൻ്റെ പരിധിയിൽ വരുന്ന ജില്ലകൾ, അവിടെ ക്വാറന്റൈൻ ചെയ്യപ്പെടുന്നവർ, ഇവരെയെല്ലാം കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്.
അതിൻ്റെ ഭാഗമായി മേൽനോട്ടത്തിന് DIGമാരെ ഈ ഓരോ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുന്നുണ്ട്. രോഗലക്ഷണമില്ലാത്തവരെ വീടുകളിലാണ് ക്വാറന്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് വീടുകളിൽ എത്തിക്കുന്നത് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. നേരെ വീട്ടിലെത്തി എന്നുറപ്പാക്കാനാണ്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് കൃത്യമായ വൈദ്യപരിശോധന ഉറപ്പാക്കും. ഇക്കാര്യത്തിൽ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ സേവനവും ഉപയോഗപ്പെടുത്തും. ഓരോ പഞ്ചായത്തിലും ഇതിനാവശ്യമായ സൗകര്യവും ക്രമീകരണവും ഉണ്ടാകും. ടെലിമെഡിസിൻ സൗകര്യമുണ്ടാവും. അതോടൊപ്പം തന്നെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റും ഏർപ്പെടുത്തും. ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ ഇടവേളകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ വീടുകളിൽ സന്ദർശിക്കുകയും ചെയ്യും. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം ആരോഗ്യനിലയെക്കുറിച്ച് അന്നന്ന് മൊബൈൽ ഫോണിലൂടെയോ സമൂഹമാധ്യമം വഴിയോ ആരോഗ്യ വിഭാഗത്തിന് വിവരം നൽകണം. എന്തെങ്കിലും കാരണവശാൽ അത് ലഭിക്കുന്നില്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ പോയി വിവരം ശേഖരിക്കും. വീടുകളിൽ ക്വാറന്റൈനിലുള്ളവരെ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ സഹായം നൽകുന്നതിനും വാർഡ് തല സമിതികൾക്ക് ചുമതല നൽകും. തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും പോലീസും ഇതിൽ പങ്കാളികളാകണം. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയാൻ പറ്റാത്തവരുണ്ടാകാം. അത്തരം ആളുകൾക്ക് സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയാം. രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ പ്രത്യേക വാഹനത്തിൽ സർക്കാർ തന്നെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അവരുടെ ലഗേജ് വിമാനത്താവളത്തിൽ നിന്ന് എടുത്ത് വീടുകളിൽ എത്തിക്കേണ്ട ചുമതല സർക്കാർ ഏറ്റെടുക്കും. ഓരോ വിമാനത്താവളത്തിലും വിവിധ വകുപ്പുകളുടെയും എയർപോർട്ട്സ് അതോറിറ്റിയുടെയും പ്രതിനിധികളുള്ള കൺട്രോൾ റൂം ഉണ്ടാകും. വാഹനങ്ങളുടെ ക്രമീകരണത്തിൻ്റെ ചുമതല ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവിക്കും മോട്ടോർ വാഹന വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥനും ആയിരിക്കും. പ്രവാസികളെ താമസിപ്പിക്കുന്നതിന് എയർപോർട്ടുകൾക്ക് സമീപം ആവശ്യമായ സൗകര്യം സർക്കാർ ഒരുക്കുന്നുണ്ട്. അതുപോലെ ആശുപത്രികളും ഇപ്പോൾ തന്നെ സജ്ജമാണ്. സമുദ്രമാർഗം പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. കപ്പൽ വഴി പ്രവാസികളെ
കൊണ്ടുവരാൻ കേന്ദ്രം തീരുമാനിക്കുകയാണെങ്കിൽ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും ആവശ്യമായ സജ്ജീകരണം സംസ്ഥാനം നടത്തും. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന 2,76,000-ലധികം പേർ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 150-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച് വിവരശേഖരണം അതിൻ്റെ ചുമതല നോർക്കക്കാണ്. സാമ്പിളുകൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിന് VTM രാജ്യത്താകെ ക്ഷാമമുണ്ട്. കേരളത്തിൽ പബ്ലിക് ലബോറട്ടറി VTM സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്ഷാമമില്ല. എല്ലാ ജില്ലകളിലും പരിശോധന നടത്താനുള്ള 46,000 PCR റീഏജൻറ്റും 15,400 RNA എക്സ്ട്രാക്ഷനും നമുക്ക് സ്റ്റോക്കുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന കൂടുതൽ കിറ്റുകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന ഗുണപരമായ പങ്കിനെക്കുറിച്ച് പലവട്ടം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൂടുതൽ മികച്ച രീതിയിൽ തുടരണം എന്നാണ് ആഗ്രഹം. പക്ഷേ അതിന് വിരുദ്ധമായ ചിലത് ഉണ്ടാകുന്നു എന്നത് കാണാതിരിക്കാനാവില്ല. ഇന്നലെ കോട്ടയം ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചയാളെ ആശുപത്രിയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ വിവാദം ദൗർഭാഗ്യകരമാണ്. ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4:45 റിസൾട്ട് കോട്ടയം DMOക്ക് ലഭിച്ചത് മുതൽ എല്ലാ നടപടികളും കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മാത്രം കോട്ടയം ജില്ലയിൽ 162 പേരുടെ സാമ്പിളാണ് പരിശോധനയ്ക്കെടുത്തത്. ഓരോരുത്തരെയും ആംബുലൻസ് അയച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും സാമ്പിൾ എടുത്ത് അതേ ആംബുലൻസിൽ തിരിച്ചെത്തിക്കുകയുമാണ് ചെയ്യുന്നത്. യാത്ര കഴിഞ്ഞാൽ ആംബുലൻസ് അണുനശീകരണം നടത്തണം. ഇന്നലെ 6 പോസിറ്റീവ് റിസൾട്ടുകളാണ് ജില്ലയിൽ വന്നത്. 6 പേരെയും രാത്രി 8:30 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ക്വാറന്റൈനിൽ കഴിയുന്നവരായിരുന്നു. പ്രത്യേകിച്ച് ഒരു വീഴ്ചയും അതിൽ വന്നതായി വിവരമില്ല. പിന്നെന്തിനാണ് ആശുപത്രിയിലെത്തിക്കാൻ വൈകുന്നുവെന്ന തരത്തിൽ ചർച്ച കൊണ്ടുപോവുകയും രോഗബാധിതരെ വിളിച്ച് പൊതുപ്രസ്താവന നടത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതാണ്.
രോഗബാധിതരുടെ വിവരങ്ങൾ ചോർന്നു പോകുന്നുവെന്ന് ചർച്ച നടത്തുന്ന അതേ സമയത്ത് തന്നെ സ്വന്തമായി വൈറസ് ബാധിതരെ കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നല്ല രീതിയാണോ? സർക്കാർ ഇടപെടൽ ചിലപ്പോൾ ചില വിമർശനങ്ങളുണ്ടാകാം. എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിലോ വിമർശിക്കുന്നതിലോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു സംവിധാനത്തെ ആകെ സംശയത്തിൻ്റെ പുകപടലത്തിലാക്കുന്ന തെറ്റായ ഇടപെടൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരും ജാഗ്രത കാണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോട്ടയം ജില്ലയിൽ 18 പേർ ചികിത്സയിലുണ്ട്. അതിലൊരാൾ ഇടുക്കി ജില്ലക്കാരനാണ്. 1040 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. ജില്ലാ അതിർത്തി അടച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ ശക്തമായി നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ അതിർത്തിയിലെ പ്രധാന റോഡുകളിലും ഇടവഴിയിലും കർക്കശമായ പരിശോധന ഏർപ്പെടുത്തി. 78 പിക്കറ്റ് പോസ്റ്റുണ്ട്. കൂടുതൽ പോലീസ് സേനയെ നിയോഗിച്ചു. ജില്ലയെ 5 ഡിവിഷനായി വിഭജിച്ച് ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകി. ഇടുക്കി ജില്ലയിൽ 1462 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 13 പേർ ആശുപത്രിയിലാണ്. ജില്ലയിൽ മുൻകരുതലുകളിലോ സുരക്ഷാ ക്രമീകരണങ്ങളിലോ നേരിയ പാളിച്ച പോലും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. തോട്ടം മേഖലയിലെ പ്രത്യേക ശ്രദ്ധ വേണ്ടതുണ്ട് എന്നും കണ്ടിരിക്കുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങൾക്കൊപ്പം സംസ്ഥാനത്തുടനീളം മാസ്കുകൾ വിതരണം ചെയ്തിരുന്നു. മാധ്യമസ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. ശാന്തിഗിരി ആശ്രമത്തിലെ നവോലി ജ്യോതിർദിന ആഘോഷങ്ങൾ ഒഴിവാക്കിയ തുക ഉപയോഗിച്ച് സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി 1,00,000 പേർക്ക് ഭക്ഷണ വിതരണം ചെയ്യുമെന്ന് ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന ജ്ഞാനതപസി അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ 2 ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു. അദ്ദേഹം 1 ലക്ഷം രൂപ കൂടി സംഭാവന നൽകിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര മുൻ ഗവർണറായ ശങ്കരനാരായണൻ 50,000 രൂപ, MLA-മാരുടെ സാധാരണഗതിയിലുള്ള സംഭാവന നൽകുന്നതിന് പുറമെ KB ഗണേഷ് കുമാർ 50,000 രൂപ,
മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം. മുൻ മന്ത്രി കെ രാമേന്ദ്രൻ മാസ്റ്റർ 44,000 രൂപ. കണ്ണപുരം സ്വദേശി പുതിയപുരയിൽ രവീന്ദ്രൻ തൻ്റെ പേരിലുള്ള 6 സെൻറ്റ് സ്ഥലം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് 1 കോടി രൂപ. സീ ഫുഡ് എക്സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 50 ലക്ഷം രൂപ. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 42,97,400 രൂപ. ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് 40,58,000 രൂപ. കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് 35,75,000 രൂപ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് 35,91,000 രൂപ. ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്ക് 20,12,000 രൂപ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 17,72,000 രൂപ. കേരള കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് 51 ലക്ഷം രൂപ. കലൈക്കോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 40 ലക്ഷം രൂപ. ആനാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 26 ലക്ഷം രൂപ. കരകുളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 25,21,131 രൂപ. അയിരൂപ്പാറ ഫാർമേഴ്സ് സർവീസ് ബാങ്ക് 25 ലക്ഷം രൂപ. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് കാര്യമായ ഒരു ബാങ്കാണ് നമ്മുടെ ഈ ജില്ലയിലെ. പക്ഷെ അവർ ആദ്യ ഗഡുവായിരിക്കും ചിലപ്പോൾ 25 ലക്ഷം നൽകിയത്. മുട്ടത്തറ സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ. ബാലരാപുരം സർവീസ് സഹകരണ ബാങ്ക് 22 ലക്ഷം രൂപ. കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് 25,48,256 രൂപ. മടവൂർ സഹകരണ ബാങ്ക് 20 ലക്ഷം രൂപ. കടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് 20,65,564 രൂപ. മേലൂർ സർവീസ് സഹകരണ ബാങ്ക് 18,60,000 രൂപ. തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്ക് 17 ലക്ഷം രൂപ. സംവിധായകൻ അമൽ നീരദ് 5 ലക്ഷം രൂപ. ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ ചക്കരക്കല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ KP സനേഷ് 1 മാസത്തെ ശമ്പളം. കൊല്ലം തണ്ണിച്ചാൽ സ്വദേശി തുളസീധരൻ 2 ലക്ഷം രൂപ. ആലപ്പുഴ എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ജോണപ്പൻ തൻ്റെ ഓണറേറിയം തുക 1,27,200 രൂപ. വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് വിഷു കൈനീട്ടമായി ശേഖരിച്ചത് 1,51,000 രൂപ. കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ. കേരളത്തിലെ FCA ഡിപ്പോകളിൽ പണിയെടുക്കുന്ന ചുമട്ടുതൊഴിലാളികൾ 9,45,200 രൂപ. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് 5 ലക്ഷം രൂപ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി 2 ലക്ഷം രൂപ. കോടശ്ശേരി മൾട്ടിപർപ്പസ് സഹകരണ സംഘം 1,80,386 രൂപ. മുൻമന്ത്രി MK കൃഷ്ണൻ്റെ മകൾ സോജയും ഭർത്താവ് ഡോക്ടർ രാജനും ചേർന്ന് 1 ലക്ഷം രൂപ. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ 46,000 രൂപ. ഇദ്ദേഹത്തിനൊരു പ്രത്യേകത, കോവിഡ് രോഗിയെ തിരിച്ചറിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച ഡോക്ടറാണ്. പിന്നീട് 28 ദിവസം അദ്ദേഹം ക്വാറന്റൈനിൽ കഴിഞ്ഞു. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് ഈ സംഭാവന അയച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന കൊച്ചു ഗായിക പ്രാർത്ഥന 15,500 രൂപ. കരിവള്ളൂർ കുണിയൻ ശ്രീപറമ്പത്ത് ഭഗവതി ക്ഷേത്രം 1 ലക്ഷം രൂപ. എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാൾമാരായ പ്രൊഫസർ MK പ്രസാദും
പ്രൊഫസർ ഷേർലി ചന്ദ്രനും 58ാം വിവാഹ വാർഷിക ദിനം പ്രമാണിച്ച് 1,00,000 രൂപ. വടക്കുംപാട് വാഴയിൽ വീട്ടിൽ ശ്രീ എൻ കെ രമേശൻ 1,00,000 രൂപ. വിഷുദിനത്തിൽ തലശ്ശേരി എരഞ്ഞോളിയിലെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഇദ്ദേഹം 50,000 രൂപയും നൽകിയിരുന്നു. കൊട്ടാരക്കരയിലെ വിവിധ ബാലവേദിയിലെ കുട്ടികൾ ചേർന്ന് വിഷു കൈനീട്ടമായി ലഭിച്ച 1,28,578 രൂപ. തൃശൂർ മാർത്ത് മറിയം വലിയപള്ളി 2,00,000 രൂപ. കൊട്ടാരക്കര താലൂക്കിലെ ബാലവേദി കുട്ടികൾ ചേർന്ന് വിഷു കൈനീട്ടമായി ലഭിച്ച 1,28,578 രൂപ. ഉദിയംപേരൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ EG ബാബുവും ടീച്ചർമാരായ NAC അജിത, NC ബീന എന്നിവർ ചേർന്ന് 2,31,070 രൂപ. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ 1,13,200 രൂപ. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോണി ഈപ്പൻ 2,00,000 രൂപ. ഒറ്റപ്പാലത്തെ ഡെന്റൽ സർജൻ ഡോക്ടർ ശശികുമാർ 1,00,000 രൂപ. കുട്ടമ്പേരൂർ കുന്നത്തൂർ ശ്രീദുർഗ ദേവീക്ഷേത്ര ഭരണസമിതി 1,00,000 രൂപ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരി ഗീതാകുമാരിയും ഭർത്താവ് സുരേഷും പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നീ തുകയിൽ നിന്നും 1,01,000 രൂപ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജെ യമുനാമ്മ 1,00,000 രൂപ. കോഴിക്കോട് സ്വദേശി റിട്ടയേർഡ് കോളേജ് അധ്യാപകൻ P രമേശൻ 1,00,000 രൂപ. കാഞ്ഞങ്ങാട് വെള്ളിക്കോട് സ്വദേശികളായ റിട്ടയേർഡ് അധ്യാപകർ K കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരും കൈരളിയും 1,00,000 രൂപ. കോവിഡ് പ്രതിരോധത്തിനായി ചേർന്ന മട്ടന്നൂർ പഴശ്ശിയിലെ കന്നാട്ടുംകാവ് പ്രദേശത്തെ 95 വീട്ടുകാർ ഉൾപ്പെട്ട ഒന്നിക്കാം മുന്നേറാം എന്ന വാട്സാപ്പ് കൂട്ടായ്മ 85,150 രൂപ. തലശ്ശേരി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ സുനിൽ സൈമൺ 60,790 രൂപ. IT ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രോഗ്രസീവ് ടെക്കീസ് 65,000 രൂപ. ധാരാളം ആളുകളാണ്. ഇത് കൃത്യമായി ഇങ്ങനെ പറയുന്നത് കുറച്ച് വിഷമായിട്ട് വരാനാണ് സാധ്യത. നമ്മുടെ വല്ലാത്ത സമയം അപഹരിച്ചു പോവും. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരുടെയും പേര് പറയുന്നത് വിഷമായിരിക്കും എന്നുള്ളത് സംഭാവന തരുന്നവർ മനസ്സിലാക്കണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇടുക്കിയിൽ 3 രോഗികൾ പോസിറ്റീവായെന്നൊരു വാർത്ത ഇന്ന് അവിടുത്തെ ജില്ലാ കളക്ടറും മന്ത്രിയൊക്കെ പറഞ്ഞു. അത് ഈ കണക്കിൽ പെട്ട് കണ്ടുമില്ല. അതുപോലെ തന്നെയാണ് ഇടുക്കിയിൽ ചികിത്സയുടെ പാലക്കാടുകാരന്റെ കണക്ക് ഇടുക്കിയിലും വന്നില്ല, പാലക്കാടും വന്നിട്ടില്ല. ഈ നേരത്തെ സാധാരണ CMമാർ എല്ലാ കണക്കുകളും അതേ ദിവസം വൈകുന്നേരം പറയുന്നത്. അതിന് മുന്നോടിയായി മന്ത്രിമാരോ കളക്ടർമാരോ വിവരം പുറത്തു പറയാനുള്ള തീരുമാനമുണ്ടോ? സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമാണോ? അല്ല, രോഗമുണ്ടായി രോഗത്തിൻ്റെ ഭാഗമായിട്ട് ചികിത്സക്ക് അയക്കുന്നതിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയും കൂടി നടത്തി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പറയാത്തത്. ഈ ശമ്പളം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തായിരിക്കും സർക്കാരിന്റെ തുടർ നടപടികൾ? ജീവനക്കാരുടെ ശമ്പളം വൈകുമോ അടുത്ത മാസം? ഹൈക്കോടതി വിധി എപ്പോഴും സർക്കാർ അനുസരിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ വിധിയുടെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കും. പോസിറ്റീവ് കേസുകൾ കൈമാറുന്നത് വൈകുന്നു എന്ന് സംബന്ധിച്ചിട്ട് ഒരു ആരോപണം ഉയർന്നിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ CM നൽകിയ മറുപടി അത് ഒരു പഴകിയ ആരോപണം മാത്രമായിരുന്നു എന്നാണ് CMന്റെ മറുപടി. പക്ഷെ ഇന്ന് മഞ്ചേരിയിൽ മരിച്ച ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവർക്ക് ഒരു ദിവസം വൈകിട്ടാണ് റിസൾട്ട് കിട്ടിയത് എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവർ ആ കുട്ടിയുടെ രക്ഷിതാക്കളും ആദ്യമായിട്ട് ചികിത്സിച്ച ഡോക്ടറും ഒരു ദിവസം വൈകിട്ടാണ് റിസൾട്ട് ലഭിച്ചതെന്ന് പറയും. 21-ാം തീയതി റിസൾട്ട് വന്നു. 22-ാം തീയതി അവരറിഞ്ഞു. 22-ാം തീയതി വൈകുന്നേരം CMന്റെ പ്രസ് മീറ്റിലൂടെയാണ് അറിഞ്ഞതെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത് സംബന്ധിച്ച് അങ്ങനെ ഡിലേ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതൊക്കെ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് പറയേണ്ടതാണല്ലോ. അങ്ങനെ ഒരു കേസ് ചോദിച്ചാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റും എന്താണെന്നുള്ളത്. റിസൾട്ട് വൈകുന്നൊരു പ്രശ്നവും വരുന്നില്ല. റിസൾട്ടിൻ്റെ കാര്യങ്ങൾ വന്നാൽ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ അപ്പം തന്നെ അറിയിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. അത് പരിശോധിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ പോസിറ്റീവ് ആണെന്ന ഗണത്തിൽപ്പെടുത്തുകയുള്ളൂ.
അവിടെ വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്ന ആളുകൾ പാനിക്, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതിൽ യാതൊരു ആശയക്കുഴപ്പത്തിൻ്റെയും പ്രശ്നമില്ല. ഒരാൾക്ക് രോഗമുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നടന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഏത് ഗണത്തിൽ പെടണം എന്നത് സംബന്ധിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത ഉണ്ടാക്കും. 4 പോസിറ്റീവ് കേസുകളാണ് CM പറഞ്ഞത്. അതിനുശേഷം ഈ 3101 സാമ്പിൾ എടുത്തായി പറഞ്ഞു. അതിന്റെ കൂടുതൽ 3 പോസിറ്റീവ് കേസ് ഉള്ളതായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4 3 7 പോസിറ്റീവ് കേസുകൾ എങ്ങനെയാണ്? അങ്ങനെയല്ല, 3 1 വരിക. 3 1. ഈ 3100-ൽ 3 എണ്ണം ഉണ്ട്. പിന്നെ നേരത്തെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി പരിശോധന നടത്തിയതിൽ 1 ഉണ്ട്. അങ്ങനെയാണ് 4. സാലറി മാറ്റിവെക്കുന്ന കാര്യത്തിൽ ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഉത്തരവ് സാങ്കേതികമായി അല്ലെങ്കിൽ ആ ഉത്തരവ് കൂടുതൽ കൃത്യമായി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന തരത്തിലുള്ള പരാമർശങ്ങളും മറ്റു കോടതിയിൽ നിന്ന് വന്നു. അതാണോ ഇപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധി കാലത്തും സാലറി 6 ദിവസത്തിൽ പോലും മാറ്റിവെക്കാൻ കഴിയാത്തൊരു വിധിയിലേക്ക് എത്തിച്ചത്? അക്കാര്യം അതിൽ ആ ഉത്തരവ് കുറ്റമറ്റതാക്കി ഇറക്കി ഈ നടപടി വീണ്ടും കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുമോ? അല്ല, അത് കോടതി വിധി വിശദമായി പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കേണ്ടതാണ്. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഞാൻ വ്യക്തമാക്കുകയാണ്. കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് സർക്കാർ അനുസരിക്കും. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടപ്പാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. സാലറി ഡിഫറൽ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ നമ്മൾ അപ്പീലിന് പോകുന്നുണ്ടോ, ഈ മാസം ശമ്പളം വൈകുമോ? രണ്ടാമത്തെ കാര്യം, ഈ കോട്ടയത്തെ കാര്യം പറഞ്ഞു CM, ഈ ആംബുലൻസിന്റെ കുറവുകളുണ്ട്. നേരത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ സന്നദ്ധ സംഘടനകളും ആംബുലൻസ് തരാമെന്ന് പറഞ്ഞിരുന്നത്, നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ അതിനകത്ത് പ്രോട്ടോകോൾ അനുസരിച്ച് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഈ ആംബുലൻസിൻ്റെ കാര്യത്തിൽ ആവശ്യമായത്ര ആംബുലൻസ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളില്ല. മറ്റു ആൾക്കാർ, സന്നദ്ധ സംഘങ്ങൾ ആംബുലൻസ് തരുമ്പോൾ വേണ്ട എന്നൊരു സമീപനം നമ്മൾ സ്വീകരിക്കുകയില്ല. ആവശ്യമായതെല്ലാം ഉപയോഗിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. ഓരോ ഘട്ടത്തിലും വേണ്ടത്ര ആംബുലൻസ് ഉപയോഗിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് നാം ഒരുക്കിയിട്ടുള്ളത്. അത് പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് പരിശോധിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ അത് സാധാരണഗതിയിൽ നിയമപരമായിട്ട് പരിശോധിക്കാനുള്ളൊരു വേദിയാണല്ലോ കോടതി. അപ്പോൾ കോടതിയുടെ പരിശോധനയിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആ പരിശോധന നടക്കട്ടെ. ഇപ്പോൾ വിധി വന്നതല്ലേ ഉള്ളൂ. ആ പരിശോധന നടത്തിയിട്ട് പറയാം മറ്റു കാര്യങ്ങൾ. സാലറി ചലഞ്ച് ഉത്തരവ് കത്തിച്ച് അതിനെതിരെ വലിയ പ്രതിഷേധം വന്നു. പക്ഷെ അതിനൊരു മറുവശം കൂടി, ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു. കോഴിക്കോട് ഒരു അധ്യാപിക പോലീസിന് പരാതി കൊടുത്തു. പോത്തൻകോട് സംഭവത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു അധ്യാപകനെതിരെ വിമർശനം. അതിൽ ഇന്ന് ഉമ്മൻചാണ്ടിയെ പോലുള്ള മുൻ മുഖ്യമന്ത്രി നേതാക്കളൊക്കെ പറഞ്ഞു, അധ്യാപകരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മന്ത്രിമാർ തന്നെ വരുന്നു. അതിന്റെ ഒരു മറുവശം കൂടി, കത്തിക്കലിന്റെ മറുവശം കൂടി വരുന്നു. ആ ഒരു സൈബർ ആക്രമണം, അങ്ങനെ ഒരു കാര്യം കൂടി ഉയർന്നു വരുന്നു. അധ്യാപകരെ മൊത്തമായിട്ട് ആരും ആക്ഷേപിക്കില്ല. കാരണം അധ്യാപകർ നമ്മുടെ നാട്ടിലെ ഗുരുനാഥന്മാരാണല്ലോ. അവരെ എപ്പോഴും ബഹുമാനിക്കുന്നൊരു രീതിയാണല്ലോ നമ്മുടെ സമൂഹത്തിനുള്ളത്. പക്ഷേ ആ സ്വഭാവത്തിന് ചേരാത്തവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വിമർശനം ഉണ്ടാവുമല്ലോ. അതല്ലേ ഈ കത്തിക്കലെന്ന് പറയുന്നത്. കത്തിക്കാൻ പോയത് വളരെ മാതൃകാപരമായ നടപടിയാണോ? കത്തിക്കാൻ പോയത് വളരെ യോഗ്യമായ നടപടിയായി ഒരു ഗുരുനാഥൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണോ പൊതുസമൂഹം പറയേണ്ടത്? സ്വാഭാവികമായി അതിനെ വിമർശിച്ചു എന്ന് വരും. ആ വിമർശനത്തിൽ എന്താ തെറ്റ്? തെറ്റായ കാര്യങ്ങൾ ചെയ്തതിനെ സ്വാഭാവികമായി വിമർശിക്കുന്നു. ആ വിമർശനത്തിന് അവർ വിധേയരാകും. ആ വിമർശനം വന്നില്ലെങ്കിലല്ലേ നമ്മുടെ സമൂഹം എന്തോ വളരെ മോശമാണെന്നുള്ളൊരു നിലയിലേക്ക് എത്തുക. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കാസർഗോഡ് ജില്ലയിൽ ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിലപാട് അവിടെ ജില്ലയെ രോഗമുക്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. രണ്ടാമത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ അവര് പൂർണ്ണമായി പോയി. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഭംഗിയെ പ്രവർത്തിക്കുന്നപ്പോൾ അവർക്ക് ഗുഡ് സർവീസ് സെന്റർ പോലെ എന്തെങ്കിലും സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കാര്യം നമ്മൾ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, CM പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, മാധ്യമപ്രവർത്തകരെ പോലീസ് തടയരുതെന്ന്. കഴിഞ്ഞ ദിവസം അങ്ങേക്കറിയാം, പത്രപ്രവർത്തകരുടെ മുൻ ജനറൽ സെക്രട്ടറിക്ക് കണ്ണൂരിൽ പോലീസ് മർദ്ദനമേൽക്കുന്നൊരവസ്ഥയുണ്ടായി. അത്തരം കാര്യങ്ങൾ അപലപനീയമാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു ഡ്യൂട്ടിയുടെ ഭാഗമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. അത് ശരിയല്ലാത്ത നടപടിയാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്.
അത്തരം കാര്യങ്ങളെ ഗൗരവമായി തന്നെ സർക്കാർ വീക്ഷിക്കും. ഉദ്യോഗസ്ഥർക്കുള്ള അംഗീകാരത്തിന്റെ കാര്യം പറഞ്ഞില്ല. അല്ല, നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം കൊടുക്കുമോ എന്നുള്ള കാര്യമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ എപ്പോഴും സർക്കാർ അംഗീകരിക്കാറുണ്ടല്ലോ, അതിലെന്താ സംശയം? 2,75,000 എത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ മേളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. കാരണം 2 ദിവസം കൊണ്ടാണ് ഇത്രയും പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രതീക്ഷയ്ക്ക് മേളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാവശ്യമായ സൗകര്യം നമുക്കുണ്ടോ? രണ്ടാമത്, ഈ വയനാട് അടക്കമുള്ള ജില്ലകളിൽ നിന്ന് പുറത്ത് നമ്മുടെ മറ്റ് ജില്ലകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ ഹോസ്റ്റലിൽ ഇല്ലാതെ പലവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലടക്കമാണ് താമസിക്കുന്നത്. പേരൻസ് വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്രമീകരണം അവർക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം? അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ടും പറഞ്ഞു. ആദ്യം ഈ വിദേശത്തുള്ള പ്രവാസികൾ അവർ എത്ര പേർ വന്നാലും അവരെയെല്ലാം സ്വീകരിക്കാൻ നമ്മൾ സജ്ജമാണ്. ഒരു ആശങ്കയും സംസ്ഥാനത്തിനില്ല. രണ്ടാമത്തത്, നമ്മുടെ രാജ്യത്ത് കഴിയുന്ന നമ്മുടെ നാട്ടുകാർ അവർ ഇവിടുന്ന് പോയി തൽക്കാലം അവിടെ പല ആവശ്യങ്ങൾക്ക് പോയവരുണ്ട്. വിദ്യാർത്ഥികളെ പഠിക്കാൻ പോയവരുണ്ട്, രോഗചികിത്സക്ക് പോയവരുണ്ട്, ബന്ധുക്കളെ കാണാൻ പോയവരുണ്ട്, പിന്നെ ചില ജോലിയുടെ ഭാഗമായി പോയിട്ട് തിരിച്ചു വരേണ്ടവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള ആളുകൾ തിരിച്ചു വരുന്നതിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ നോർക്കയുടെ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരും, അതിൻ്റെ അറിയിപ്പുകൾ വരും. അപ്പോൾ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എപ്പോൾ കേരള അതിർത്തിയിൽ അവർക്ക് എത്താം എന്നത് സംബന്ധിച്ച് കൃത്യമായി വിവരമുണ്ടാകും, സമയമടക്കം. ആ സമയത്തായിരിക്കും അവർ കേരള അതിർത്തിയിലെത്തുന്നത്. ഏത് അതിർത്തിയാണെന്ന് അവർ തമ്മിൽ തീരുമാനിക്കും. ആ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ അവിടുന്ന് അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധിച്ചതിന് ശേഷം രോഗമില്ലാത്തവരാണെങ്കിൽ നേരിട്ട് വീട്ടിലേക്ക് ക്വാറന്റൈനിലേക്ക് പോകണം. വീട്ടിലെ ക്വാറന്റൈനാണ്. നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ആ സ്ഥലത്ത് വിവരമുണ്ടാകും. ആ വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തും. അതിനെല്ലാമുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. രോഗമുണ്ടെങ്കിൽ സർക്കാർ ഏർപ്പെടുന്ന ക്വാറന്റൈനിൽ കഴിയേണ്ടതായിട്ട് വരും. പക്ഷെ ഇതുവരെ അതിന്റെ ഒരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് സർക്കാരിന് എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന്? അതോടൊപ്പം തന്നെ ഈ പ്ലാസ്മ തെറാപ്പിയുടെ കാര്യത്തിലും ഇത് മൂന്നും അവർ കൃത്യമായ രീതിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ഇതുവരെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല. നമ്മുടെ ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും എല്ലാം അതുമായി ബന്ധപ്പെട്ട് ICMRനെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബന്ധപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവാസികളുടെ കണക്ക് നമ്മൾ നോർക്ക വഴി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ലിസ്റ്റാണ് എടുക്കുന്നത്. ഈ എയർപോർട്ടുകൾ ഓപ്പൺ ചെയ്യുകയും സ്വകാര്യ കമ്പനികൾ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്താൽ രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും. ഒരുപക്ഷെ ലിസ്റ്റിൽ ഇല്ലാത്തവരും വരും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സജ്ജീകരണമാണ്? അത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പം നമ്മൾ കൊണ്ടുവരുന്നതല്ല, ആ തെറ്റിദ്ധാരണ വേണ്ട. ഇത് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ വരുന്നതിനുള്ള ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കാനാണ് നമ്മൾ ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അത് പൊതുവിൽ വരുന്നതിന് സഹായകരമായിട്ടാണ് ആ നടപടികൾ. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. മറ്റ് റെഗുലർ റൂട്ടിൽ ഉള്ള വിമാനങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നമുക്ക് കടക്കാം. അന്ന് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നത്, പോത്തങ്കോട് സ്കൂളിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിരവധി കുട്ടികളും ഒപ്പം അതേപോലെ അവിടുത്തെ ജീവനക്കാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അത് ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആ പരിപാടിയിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തത്. അതൊരു ഗുരുതര വീഴ്ചയിലെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ പോലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. സ്വാഭാവികമായിട്ടും ആ സ്കൂളിലെ അധ്യാപകൻ ഇങ്ങനെയൊരു തെറ്റായ കാര്യം ചെയ്തപ്പോൾ അതിനെതിരെ അമർഷം തോന്നിയ കുട്ടികൾ വന്നൊരു സംഭാവന നൽകാൻ തീരുമാനിക്കുന്ന കാര്യം വന്നപ്പോൾ ഈ തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് കുറച്ചൊരു മനപ്രയാസം ഉണ്ടാകുമെന്നത് ശരിയാണ്. ആ മനപ്രയാസം നമ്മൾ തെറ്റായ കാര്യം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ശാന്തമാകുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. എനിക്കിപ്പോൾ അതിൽ വേറൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ശരി.